ബിഹൈൻഡ് ദ കോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആത്മീയ ലോകത്ത് നീ ഒരു മിടുക്കനാണോ? ആ ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടി തീർച്ചയായിട്ടും, കാരണം എന്നെ എല്ലാവരും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ചോദ്യം വെറുതെ അല്ല എന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് ദൈവഹിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കാനായിട്ട് കഴിഞ്ഞത്. അതിൽ ഞാൻ പലതിലും പരാജിതനാണ് എന്ന് മനസ്സിലാക്കി. പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. മിടുക്കനാണല്ലോ, കേമനാണല്ലോ എന്ന വാചകങ്ങൾ പൊളിയപ്പെടുന്നത് പ്രാർത്ഥനാമുറിയിൽ ദൈവഹൃദയം നോക്കി ദൈവഹിതത്തിൽ ഞാനുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. നിങ്ങളൊക്കെ ദൈവകാര്യങ്ങളിൽ നല്ല താല്പര്യമുള്ളവരും വരുന്ന ദിവസങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് നല്ല ആഗ്രഹവും താല്പര്യമൊക്കെ ഉള്ളവരാണ്. ഞാൻ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ആമുഖം എന്ന രീതിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവഹിതത്തിനനുസൃതമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളോട് പറയാം, ട്രെൻഡിന് പുറകെ പോകരുത്. നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന പല ട്രെൻഡുകളുണ്ട്. അത് മാത്രമല്ല ശുശ്രൂഷ, അത് മാത്രമല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ. ഞാൻ ബൈബിളിൽ മുഴുവനായിട്ട് നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ആവർത്തി നമുക്ക് ഉത്സാഹം തരുന്ന, പ്രോത്സാഹനം തരുന്ന, നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവില്ല. അതിൽ യോസഫിൻ്റെ ജീവിതം ഭയങ്കരമായിട്ടും എന്നെ എൻകറേജ് ചെയ്തൊരു കാര്യമാണ്. ജോസഫ് സഹോദരന്മാരാൽ നിന്ദിക്കപ്പെടുന്നത് എന്തിനാണ്? സഹോദരന്മാരാൽ ഒറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ്? തനിക്കൊരു ദർശനം ഉള്ളതുകൊണ്ട്. യോസഫിന് ആ ദർശനം കിട്ടിയത് ഏറ്റവും വലിയ കുറ്റമായി പോയി. നിങ്ങൾ നോക്കിക്കേ, യോസഫ് ആ ദർശനം പ്രാപിച്ചത് നിമിത്തം സഹോദരന്മാരാൽ ഒറ്റപ്പെട്ട്, ചുരുക്കം പറഞ്ഞാൽ ഒരു സാഹചര്യം കഴിഞ്ഞപ്പോൾ തനിക്ക് ആരും ഇല്ലാത്തൊരു സാഹചര്യവും അവസ്ഥയും എത്തപ്പെടുകയുണ്ടായി. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാം, യോസഫിൻ്റെ ജീവിതം മുൻനിർത്തി പറയാം, പാട്ട വിലയ്ക്ക് യോസഫിനെ വിറ്റാലും എത്തപ്പെടുന്നത് ഭയങ്കര കഠിനമേറിയ ശോധനയുടെ നടുവിലാണെങ്കിലും ദർശനം കൊടുത്ത ദൈവം ആ ദർശനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ യോസഫിനെ കൈവിടത്തില്ല. ദർശന സാക്ഷാത്കാരം വരെ യോസഫ് മറ്റാരെയും പ്രീതിപ്പെടുത്തിയില്ല, ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തി. യോസഫിന് പാപം ചെയ്യാൻ ഒരു സാഹചര്യം വന്നപ്പോൾ അതിലേക്കൊന്ന് കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കോംപ്രമൈസ് ഒരു റെക്കമെൻഡേഷന് വഴി തുറന്നേനെ. അവൻ നല്ല പയ്യനാണ് കേട്ടോ, അവനെ അങ്ങോട്ടൊന്ന് കയറ്റി വിട്ടേക്കുന്ന ഭാര്യ പൊത്തിഫേറിനോട് പറയുന്ന നിമിത്തം കയറി പോകാനുള്ള റെക്കമെൻഡേഷൻ ചാൻസസ് ഉണ്ടായേനെ. ഇന്ന് റെക്കമെൻഡേഷൻ നോക്കിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ശുശ്രൂഷയിൽ വളരാൻ. ശുശ്രൂഷ ഇവിടുത്തെ പോലെ കോളേജ് അഡ്മിഷൻ പോലെയോ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് പ്രവേശിക്കപ്പെടാൻ ഈ ലോകത്തിലെ അധികാരികൾ തരുന്ന പോലത്തെ ഒരു റെക്കമെൻഡേഷനുള്ള സ്ഥലമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അല്ല കേട്ടോ. റെക്കമെൻഡേഷൻ അല്ല ആവശ്യം, റെക്കഗ്നൈസേഷനാണ്. അതായത് ഞാൻ എന്താകണം, ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ദർശനത്തിലൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ എവിടെ എത്തണമെന്നുള്ളത് ദൈവം നമുക്ക് ദർശനത്തിൽ തന്നിട്ടുണ്ട്, ദൈവം നമ്മളോട് ദർശനത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ഒട്ടും സംശയിക്കേണ്ട. ഇത് യോസഫിൻ്റെ ചരിത്രം. അപ്പം യോസഫ് ദർശനത്തിൽ ഉറച്ചു നിന്നു, ദൈവത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തൻ്റെ കോളിംഗ് ഡിഫറൻ്റ് ആയിരുന്നു. ആ കോളിങ്ങിൽ അവസാനം എത്തി. ദാവീദിൻ്റെ ലൈഫിൽ വന്നോ? ദാവീദിൻ്റെ ലൈഫിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അപ്പൻ്റെ പ്രീതി പോലും ഇല്ലാത്തൊരു മകൻ അഭിഷേകം ചെയ്യാൻ ശമൂവേൽ പ്രവാചകൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലുള്ള സകല സഹോദരന്മാരെയും കാണിച്ചിട്ട് അപ്പൻ പറഞ്ഞു, ഇവരൊക്കെയാണ് യോഗ്യന്മാരായിട്ടുള്ള വ്യക്തികൾ. പക്ഷേ പ്രവാചകൻ ദൈവശബ്ദം പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇവരാരും അല്ല യോഗ്യന്മാരായിട്ടുള്ള വ്യക്തികൾ. അപ്പം മാനുഷിക നിലവാരമല്ല യോഗ്യത ദൈവഹിതത്തിനകത്ത്, ദൈവിക അഭിഷേകത്തിനകത്ത്
മാനുഷിക നിലവാരമല്ല യോഗ്യത. ദർശനം കൊടുക്കുന്ന ദൈവം മാനുഷിക നിലവാരം നോക്കുന്നില്ല. അടുത്ത അഭിഷേകം ചെയ്യാനിരിക്കുന്ന ദൈവം ഒട്ടും നോക്കുന്നില്ല. കാട്ടിൽ ആടുകളെ മേയിച്ച് മാത്രം പരിചയമുള്ളൊരു ആട്ടിടയനെ വിളിക്കാൻ പ്രവാചകൻ ദൈവഹിതത്തിൽ തൻ്റെ പിതാവിനോട് പറയുമ്പോൾ, ദാവീദ് നടന്നു വരുമ്പോൾ, ഇത് എല്ലാവർക്കും ആശ്ചര്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാം, അഭിഷേക തൈലം കൊണ്ടുവരുന്നത് ശമൂവേൽ പ്രവാചകനായിരിക്കും. പക്ഷേ ആരെ അഭിഷേകം ചെയ്യണമെന്നത് ദൈവഹിതമായിരിക്കും തീരുമാനിക്കുന്നത്. നിങ്ങൾ പലരെയും നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ യോഗ്യതയാണ് അദ്ദേഹത്തെ ആ കോളേജിൽ നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ ദൈവമേ അങ്ങനത്തെ ഒരു സ്ഥലത്തെത്താൻ? ചിലപ്പോൾ അതല്ല നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ സംസാരത്തിലും, എല്ലാ ചിന്തകളിലും, എല്ലാ ആശയം പങ്കുവയ്ക്കലുകളിലും യേശു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് എനിക്ക്. ലോകത്തിൽ ഏറ്റവും കുലീനമായ, ആരും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ശുശ്രൂഷ ഏറ്റെടുത്ത് വന്നത് യേശു കർത്താവ് മാത്രമാണ്. യേശു കർത്താവ് മാത്രമാണ്. യേശു എന്താ ചെയ്തത്? പാപികളായ സകല മനുഷ്യരുടെയും പാപത്തെ വഹിക്കാൻ ദാസനായി ഈ ഭൂമിയിലേക്ക് കർത്താവ് വരിക. അപ്പോൾ കർത്താവിനെ പോലെ ആ ദാസ്യനാകാൻ ഇറങ്ങി വന്ന ഒരു വ്യക്തിയില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, യേശു ഭൂമിയിൽ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷ ചെയ്യാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഒന്നുകൂടെ സ്വയം ശോധന ചെയ്യണം. കർത്താവ് ചെയ്ത ശുശ്രൂഷ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത്. ലോകത്തിലെ സകല സാംസ്കാരിക ചിന്തകന്മാരുടെ മനസ്സിലും ഓടിയെത്തുന്ന ഒരു നല്ല ഉദാഹരണമാണ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയത്. ഇന്ന് ശുശ്രൂഷയുടെ ഏതെങ്കിലും നിലവാരങ്ങളിലേക്കൊക്കെ എത്തപ്പെടുമ്പോൾ സ്വയം തൻ്റെ കീഴിൽ നിൽക്കുന്ന ആളുകളെ ആ രീതിയിൽ വളർത്തുന്നവർ എത്ര പേരുണ്ട് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വിധിക്കാൻ ആരുമല്ല. അപ്പോഴത്തേന് സ്റ്റേജിൽ വരുന്ന അപ്പിയറൻസിനുള്ള വ്യത്യാസം, ഇത് കാണുന്ന ഉടനെ കുറേ ആൾക്കാർക്ക് ആ ട്രെൻഡിനോടുള്ളൊരു താല്പര്യം. ട്രെൻഡിൻ്റെ പുറകെ പോകരുത്. ഞാൻ വീണ്ടും പറയുന്നു, കോളിങ്ങിൽ നിൽക്കുക. ദൈവം ഒരു വിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ വിഷനിൽ നിൽക്കുക. ദൈവം നിങ്ങളെ ഭൂമിയിൽ അയച്ചതിനകത്ത് ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിൽ നിൽക്കുക. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്: വിഷൻ, അനോയിൻറ്റിങ്, പർപ്പസ്. ദൈവം നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്, ദൈവം നമുക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്, ദൈവം നമുക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. ഇത് 3ലും ഊന്നി വേണം നമ്മൾ ആരാണ് എന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തോട് മുൻനിർത്തി നമ്മൾ സ്വയം ശോധന ചെയ്ത് മനസ്സിലാക്കാൻ. യോസഫ് ഒരു ഷോർട്ട് കട്ടും എടുത്തില്ല. ദർശനത്തിന് വേണ്ടി മാത്രം നിലനിന്നു. ദർശനം അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ദാവീദ് അഭിഷേകത്തിൽ വിശ്വസിച്ചു. നോക്കിക്കേ, ഒരു ചെറിയ ഉദാഹരണത്തോടെ പറയാം. ദാവീദ് യുദ്ധത്തിന് ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ലോകപ്രകാരമുള്ള പടച്ചട്ടയൊക്കെ കൊടുത്ത് ശൗല് തന്നെ ഒരുക്കുമായിരുന്നു. പക്ഷേ ദാവീദ് എന്താ ചെയ്തേ? ലോകപ്രകാരം തനിക്ക് കിട്ടിയതെല്ലാം കളഞ്ഞിട്ട് ദൈവം തനിക്ക് കൊടുത്ത അഭിഷേകത്തിൽ വിശ്വസിച്ച്. എല്ലാവരും ഗോലിയാത്തിനെ നോക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ നോക്കി. പ്രശ്നങ്ങളെ അല്ല കേട്ടോ, പ്രതിസന്ധികളെ അല്ല കേട്ടോ, ഹിൻഡ്രൻസിനെ അല്ല കേട്ടോ, ഇങ്ങനത്തെ തടവുകളെ ഒന്നും അല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വെല്ലുവിളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അഭിഷേകം തന്ന ദൈവത്തെ വിശ്വസിക്കുക, അഭിഷേകത്തിൽ ഊന്നി മുമ്പോട്ട് പോകുക, യേശുവിനെ നോക്കുക. നല്ല മാതൃകയാണ് യേശു. ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ ആ മനസ്സോടെ തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക, ശുശ്രൂഷ ഒരു ട്രെൻഡല്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ട് ആ ട്രെൻഡിന് പുറകെ പോകല്. ദൈവം നിങ്ങൾക്ക് തന്ന കോളിനകത്ത് നിൽക്കാൻ എപ്പോഴും ഉത്സാഹിക്കുക. മിടുക്കനാണ്, കേമനാണെന്ന് എല്ലാവരും പറയുമ്പോഴും നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യാം. ദൈവമേ, അങ്ങയുടെ ഹിതത്തിനകത്ത് ഞാനുണ്ടോ എന്ന്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.